നമസ്കാരം, എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ 2024 ഏപ്രിൽ മാസത്തിലെ ഓരോ നക്ഷത്രങ്ങളുടെയും താൽക്കാലിക ഫലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ ഏപ്രിൽ മാസത്തിലെ താൽക്കാലിക ഫലങ്ങൾ നോക്കാം. പുണർദം നക്ഷത്രമാണ് ആദ്യത്തേത്. പുണർദം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സങ്കീർണമായ പ്രശ്നങ്ങളെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നല്ല ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളെ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കാനായിട്ട് ഇടയാകും. നമ്മൾ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങളെടുക്കും, അതുമൂലം ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടും. കുട്ടികളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. മക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതി കുറച്ചുകൂടെ മെച്ചമായിരിക്കും. കർമ്മരംഗത്തെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. തൊഴിൽ തേടുന്നവർക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ നടത്താനും പുതിയ കോഴ്സുകളിൽ ചേരാനൊക്കെയുള്ള യോഗമുണ്ട്. ഗവേഷണ പഠനം ചെയ്യാനായിട്ട് സാധിക്കും. ഊഹക്കച്ചവടം, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ആദായം ലഭിക്കാനായിട്ട് യോഗമുണ്ട്. പിതാവുമായിട്ടോ അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധുക്കളുമായിട്ട് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായ ആൾക്കാരുമായിട്ട് തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളവർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. അവർക്ക് അല്പസ്വല്പം ശത്രുതാപരമായ നീക്കങ്ങളെ നേരിടേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇതാണ് പുണർദം നക്ഷത്രത്തിൻ്റെ ഒരു നക്ഷത്രഫലമായിട്ട് പറയാനുള്ളത്. പുണർദം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാന പാദം കർക്കിടകക്കൂറിലുമാണ്. മിഥുനക്കൂറുകാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. മിഥുനക്കൂറുകാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സന്താന ഭാഗ്യ യോഗവും അവർക്ക് കാണുന്നുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടാമത്തെ പകുതിയാണ് മികച്ചത്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും അവരുടെ സഹായം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാകും. പുതിയ അധികാരങ്ങൾ ലഭിക്കും. വിദേശയാത്രയ്ക്ക് അവസരങ്ങളുണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ വിജയത്തിലേക്ക് നീങ്ങാനുള്ള ഭാഗ്യം ഉണ്ട്. കുടുംബജീവിതം സാമാന്യം സംതൃപ്തമായിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ നോക്കുമ്പം, ദശാകാല ഫലങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ദശ, പുണർദം നക്ഷത്രക്കാരുടെ ദശാകാലം ബുധദശയോ ചന്ദ്രദശയോ ശുക്രദശയോ ആണ് കടന്നു പോകുന്നതെങ്കിൽ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ബുധദശ, ചന്ദ്രദശ, ശുക്രദശ ഈ 3 ദശകളിലും പോകുന്നവർക്ക് അനുകൂലമല്ല. അതുപോലെ തന്നെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ, അതായത് ജന്മനക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. മിഥുനക്കൂറുകാർ പ്രത്യേകിച്ച് ബുധനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ, അതായത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് അർച്ചന ചെയ്യുക. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രപ്രീതികരങ്ങളായ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറുകാർ നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രന് അർച്ചനകൾ ചെയ്യുന്നത് നല്ലതാണ്. ചന്ദ്രപ്പൊങ്കൽ പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. അതാണ് പുണർദം നക്ഷത്രക്കാരുടെ സാമാന്യമായ അനുഭവങ്ങളായിട്ട് പറയാനുള്ളത്. അടുത്തത് പൂയം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. തൊഴിൽ മേഖലയിലും കുടുംബജീവിതത്തിലുമൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പൂയം നക്ഷത്രം കർക്കിടകക്കൂറിലാണ് ഉൾപ്പെടുന്നത്. പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അതുമൂലം പല നേട്ടങ്ങളും ഉണ്ടാക്കാനും സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഒരുപക്ഷെ ഒരു ബിസിനസ് തുടങ്ങി കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാനും പൂയം നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന കാലമാണ്. അതായത് ഏതാണ്ട് വിഷുവൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബിസിനസ് ആരംഭിക്കാൻ അവർക്ക് സാധിക്കും. ഏതൊരു വിഷയവും അതിൻ്റെ ഗൗരവത്തോടു കൂടി എടുത്ത് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ തടസ്സങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ അവർക്ക് ഉണ്ടാകും. ചിലപ്പോൾ ചില പ്രോജക്റ്റുകളൊക്കെ മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ചിലപ്പം കുറച്ച് ക്ഷോഭം അല്ലെങ്കിൽ
കോപം ഒക്കെ കൂടുതലായിട്ട് തോന്നിയേക്കാം. എങ്കിൽ പോലും സാമാന്യം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ എണ്ണം പെരുകും എന്നുള്ള ഒരു ദോഷഫലം ഉണ്ട്. അഷ്ടമത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടെ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. എന്നാൽ ശുക്രൻ്റെ സ്ഥാനം കൊണ്ട് അവർക്ക് ഗുണകരമായ പല അവസ്ഥകളും ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനും അതിൽ പിടിച്ചു നിൽക്കാനും, സാമ്പത്തികമായിട്ടൊരല്പം ടൈറ്റൊക്കെ വന്നാലും ആ ഒരു ബുദ്ധിമുട്ട് കടന്നു പോകാനൊക്കെ അവർക്ക് സാധിക്കുന്നതാണ്. സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് കുറച്ച് മെച്ചം ഉണ്ടാകുന്നതാണ്. അധികാര സ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വ്യാപാരങ്ങൾ മെച്ചപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. തൊഴിൽ പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോകുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നതാണ്. സംഘടനകളുടെ നേതൃപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും സാധ്യത ഉണ്ട്. പൊതുവെ നോക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല അനുഭവങ്ങൾ, ഒരു നേതൃത്വ സ്വഭാവമുള്ള ജീവിതവും ബിസിനസ്സിൽ നേട്ടങ്ങളും ഒക്കെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാളും രണ്ടാം പകുതി മികച്ചതായിരിക്കും. പുതിയ അധികാരങ്ങൾ ലഭിക്കാനും വിദേശയാത്രയ്ക്ക് പോകാനും ഒക്കെ സാധിക്കും. വിദേശം എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യം എന്ന് മാത്രം അർത്ഥമാക്കണ്ട. പഴയ കാലത്ത് എഴുതിയ ഒരു രീതി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനും അല്ലെ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ലാഭകരമായിട്ട് മാറും. വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ എടുത്ത് വിജയിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ കുടുംബജീവിതം ഇപ്പോൾ നയിക്കുന്ന ആളുകൾക്ക് അത് സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴവർക്ക് കേതുർദശയോ സൂര്യദശയോ ചൊവ്വദശയോ ആണ് ജാതകപ്രകാരം ഉള്ളതെങ്കിൽ അവർ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. പൂയ നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദാനം കൊടുക്കുക, പ്രത്യേകിച്ച് അന്നദാനം, വസ്ത്രദാനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പം നമുക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പൂയവും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശനീശ്വര പൂജ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെ നല്ലതാണ്. വ്രതാനുഷ്ഠാനം ചെയ്യുന്നതും നല്ലതാണ്. ആരോഗ്യം അനുസരിച്ച് മാത്രമേ വ്രതം എടുക്കാവുള്ളൂ. പിന്നെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. കർക്കടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ദുർഗാദേവിയെ ഭജിക്കുക, അതുപോലെ പൗർണമി ദിവസം വ്രതം ആചരിക്കുക, ഇതൊക്കെ അവർക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. മറ്റൊന്ന്, പൂയം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അരയാൽ പ്രദക്ഷിണം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ്. 7 തവണയാണ് അരയാലിനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നാണ് പ്രദക്ഷിണ വിധിയിൽ പറയുന്നത്. അപ്പോൾ ശനിയാഴ്ചകളിൽ അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് പൂയ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ്. അതാണ് പൂയ നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസത്തിലെ ഫലം. അടുത്തത് ആയില്യം നക്ഷത്രക്കാരുടെ 2024 ഏപ്രിലിലെ ഫലങ്ങളാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതിനുള്ള ഒരു കഴിവും ഉൾപ്രേരണയൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ ആശയവിനിമയങ്ങളിലൊക്കെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സാമ്പത്തികമായ നിക്ഷേപങ്ങൾ എടുക്കുമ്പോൾ, സാമ്പത്തികമായ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത് വളരെയേറെ പഠിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിപൂർവമായിട്ട് ആലോചിച്ച് ആ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കഫജന്യമായ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഏത് ചെയ്താലും വിജയിക്കുന്ന ഒരു കാലമാണ്. ചെറിയ തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്രായോഗികമായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. അതൊക്കെ ഒരല്പം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കടബാധ്യത കുറെയെങ്കിലും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശുഭകാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് പലപ്പോഴും ആ സമയത്ത് നടന്നില്ല എന്ന് വരാം. ഭൂമി വ്യാപാരം അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗമുണ്ട്. വിദേശത്ത് പോകാനുള്ള സാധ്യത, അതായത് നമ്മുടെ സംസ്ഥാനം വിട്ട്, ഇപ്പം ജനിച്ച ദേശം വിട്ടിട്ട് മറ്റേതെങ്കിലും ദൂരസ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ പോകാനുള്ള യോഗ്യത ഉണ്ട്. അതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ആകാം. പിന്നെ കുടുംബത്തിൽ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട കാര്യമാണ്. മാനസികമായിട്ടും കർമ്മരംഗത്തുമൊക്കെ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ബുധൻ്റെ ഒരു സ്ഥിതി കൊണ്ട്. അതുപോലെ തന്നെ അഷ്ടമഭാവത്തിലാണ് ശനിയും ചൊവ്വയും കൂടെ ചേർന്ന് നിൽക്കുന്നത്. അതും അത്ര അനുകൂലമല്ല. പല തടസ്സങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിനെ നേരിടാൻ സാധിക്കും. അതിനുള്ളൊരു ആത്മശക്തി ആയില്യക്കാർക്ക് ഉണ്ടാകും. ബുദ്ധിപരമായിട്ട് ചെയ്യണം എന്ന് മാത്രം. ഏതൊരു കാര്യം ചെയ്താലും ബുദ്ധിപരമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സംഘർഷം വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാളും രണ്ടാമത്തെ പകുതി കൂടുതൽ മികച്ചതായിരിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും അവരുടെ സഹായം ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് ലാഭം കിട്ടാനായിട്ട് അവർക്ക് യോഗമുണ്ട്. വിവാഹ കാര്യത്തിൽ തീരുമാനമാവുകയും അതുപോലെ തന്നെ ജോലി സാധ്യതയൊക്കെയുള്ള ഒരു കാലമാണ്. സന്താന ഭാഗ്യയോഗമുണ്ട്. കുടുംബജീവിതവും പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും എന്നുള്ളതാണ് കർക്കിടകക്കൂറിൻ്റെ ഫലം കൂടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ, ഈ 3 ദശകളും ഗുണകരമല്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ദശയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ശുക്രദശയിലോ ചന്ദ്രദശയിലോ രാഹുർദശയിലോ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ആയില്യം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ അനുജന്മ നക്ഷത്രങ്ങളായ തൃക്കേട്ട, രേവതി നക്ഷത്ര ദിവസമോ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. നക്ഷത്രാധിപൻ എന്ന് പറയുന്നത്, നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. അതുകൊണ്ട് ബുധൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതം എടുക്കുന്നത് കൂടുതൽ നല്ലതാണ്. കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. പിന്നെ ആയില്യത്തിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർപ്പബന്ധമുള്ള നക്ഷത്രമാണ്. നക്ഷത്ര ദേവത എന്ന് പറയുന്നത്, നക്ഷത്രത്തിൻ്റെ ദേവതകൾ സർപ്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർപ്പ ഭജനം നടത്തുന്നത്, ആയില്യ പൂജ ചെയ്യുക, സർപ്പ ദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ദോഷകരമായ ദശാകാലങ്ങളാണെങ്കിൽ മാസം തോറും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി ദർശനം നടത്തി ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ചു വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ദക്ഷിണ സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ജീവിത വിജയം സിദ്ധിക്കുന്നതാണ്. വലിയ ഒരു ദോഷകരമായ ഒരു മാസം അല്ല. അപ്പോൾ ഇതാണ് പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലം ഈ ഏപ്രിൽ മാസം അനുഭവിക്കുന്ന ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് പൊതുഫലങ്ങളാണ്. ജാതകപരമായിട്ടും ദശാകാലം അനുസരിച്ചുമൊക്കെ അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.